ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീമിയറിൽ അവൈലബിൾ ആയിട്ടുള്ള ടൂൾസിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെലക്ഷൻ ടൂൾ, റേസർ ടൂൾ, ടെക്സ്റ്റ് ടൂളിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിരുന്നു. പ്രീമിയറിൽ കുറച്ചുകൂടെ ടൂൾസ് അവൈലബിൾ ആണ്. നമ്മൾ ടൂൾ ബാറിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇത് മിക്ക ടൂൾസിൻ്റെ വർക്കിംഗ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ കുറച്ച് കൺഫ്യൂസിങ്ങുമാണ്. ഇതിൽ ഓരോ ടൂൾസിൻ്റെ യൂസ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഡിറ്റിംഗ് കുറച്ചുകൂടെ സിമ്പിളാക്കാൻ സാധിക്കും, അതേപോലെ തന്നെ ഫാസ്റ്റ് ആക്കാനും സാധിക്കും. ഓക്കെ, എനിക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരു പ്രീമിയർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനും സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും ടൈം ലൈനെ പറ്റി ഒരു വർക്ക് സ്പേസിനെ പറ്റി ഒരു ചെറിയ ഐഡിയ ഉണ്ടെന്ന് കരുതുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഇതെല്ലാം നമ്മൾ സംസാരിച്ചിരുന്നു. എൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ടൈം ലൈനിൻ്റെ തൊട്ടിപ്പുറത്താണ് നമുക്ക് ടൂൾ ബാർ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ സെലക്ഷൻ ടൂൾ തൊട്ട് ടെക്സ്റ്റ് ടൂൾ വരെ 8 ടൂൾസാണുള്ളത്. അതിൽ ചില ടൂൾസിൻ്റെ താഴെ ഒരു ചെറിയൊരു ആരോ കാണാം, ഒരു ഡ്രോപ്പ് ഡൗൺ മെനു കാണാം. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒരു 2 സെക്കൻഡ് പിടിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ തന്നെ കുറച്ച് ടൂൾസ് കൂടെ കാണാൻ വേണ്ടി സാധിക്കും. എക്സ്ട്രാ കുറച്ച് ടൂൾസ് കൂടെ കാണാൻ സാധിക്കും. ഈ ഒരു ടൂൾസിനെ പറ്റിയെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സെലക്ഷൻ ടൂൾ തന്നെ യൂസ് ചെയ്യാം. സെലക്ഷൻ ടൂൾ അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ ക്ലിപ്പ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ടൈം ലൈനിലുള്ള അല്ലെങ്കിൽ ആ സീക്വൻസിലുള്ള ക്ലിപ്പെല്ലാം എനിക്കിവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ പൊസിഷൻ മാറ്റാൻ പറ്റും, അത് വേറെ ട്രാക്കിലോട്ട് എടുത്ത് മാറ്റാൻ പറ്റും. അങ്ങനെ നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ്. നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സെലക്ഷൻ ടൂൾ. അതേപോലെ തന്നെ ഇതിന് വേറൊരു ഗുണം കൂടിയുണ്ട്. നമുക്ക് വീഡിയോ ട്രിം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്ത് ഒരു വീഡിയോയുടെ എൻഡിങ്ങിലോ അതോ സ്റ്റാർട്ടിങ്ങിലോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഐക്കൺ ചേഞ്ച് ചെയ്യുന്നത് കാണാം. അവിടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്യുവാണെങ്കിൽ ഒരു വീഡിയോ ട്രിം ചെയ്യാൻ വേണ്ടി സാധിക്കും. കണ്ടോ, വീഡിയോ ട്രിം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏതൊരു വീഡിയോയും നിങ്ങൾക്ക് ട്രിം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, സെലക്ഷൻ ടൂളിന് 2 പ്രോപ്പർട്ടിയാണുള്ളത്. വീഡിയോ സെലക്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ നമുക്ക് ട്രിം ചെയ്യാനും ഈ ഒരു ടൂൾ ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ള ടൂളാണ് ട്രാക്ക് സെലക്ഷൻ ടൂൾ. സെലക്ട് ചെയ്ത് ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രാക്ക് സെലക്ഷൻ ഫോർവേഡ്, ട്രാക്ക് സെലക്ഷൻ ബാക്ക്വേഡ് എന്നിങ്ങനെ 2 ടൂൾസ് കാണാൻ സാധിക്കും. ഈ ട്രാക്ക് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈം ലൈനിലുള്ള വീഡിയോസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഒരു ടൈം ലൈനിൽ എനിക്ക് ഈ ഒരു വീഡിയോ തൊട്ട് അതിന് മുമ്പോട്ടുള്ള എല്ലാ വീഡിയോസും സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കാണാൻ സാധിക്കും ആ ഒരു ക്ലിപ്പ് തൊട്ട് മുമ്പോട്ടുള്ള എല്ലാ ക്ലിപ്സും സെലക്ട് ആയിട്ടുണ്ടോ. ഈ ഒരു ക്ലിപ്പ് തൊട്ട് മുൻപോട്ടുള്ള എല്ലാ വീഡിയോസും സെലക്ട് ആണെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അത് നമുക്ക് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയോ ട്രാക്ക് ചേഞ്ച് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. കണ്ടോ, ആ സീക്വൻസിലുള്ള ആ ടൈം ലൈനിലുള്ള എല്ലാ ട്രാക്കിലുള്ള എല്ലാ ക്ലിപ്സും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അതിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രാക്കിൽ മാത്രം സെലക്ട് ചെയ്താൽ മതി. ഇപ്പം V3 എന്ന് പറയുന്ന ട്രാക്കിലെ ക്ലിപ്പ് മാത്രം സെലക്ട് ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾ ഷിഫ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. നിങ്ങൾക്ക് 2 ആരോ മാറി 1 ആരോ ആയിരിക്കും കാണാൻ സാധിക്കും. ഇനി ഏത് ക്ലിപ്പ് തൊട്ടാണോ സെലക്ട് ചെയ്യേണ്ടത് ആ ക്ലിപ്പ് ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും V3 എന്ന് പറയുന്ന ട്രാക്കിലുള്ള വീഡിയോസ് എല്ലാം സെലക്ട് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. V3 എന്ന് പറയുന്ന ട്രാക്കിലെ വീഡിയോ സെലക്ട് ആയപ്പോൾ A1, A2, A4 എന്ന് പറയുന്ന ട്രാക്കിലെ ഓഡിയോസ് സെലക്ട് ആയിരിക്കുന്ന കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് അൺലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം തീരുന്നേ ഉള്ളൂ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺലിങ്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അങ്ങനെ വീഡിയോ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് സെലക്ഷൻ ടൂൾ എടുക്കണം. സെലക്ഷൻ ടൂളിൻ്റെ ഷോർട്ട് കട്ട് V വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു ട്രാക്ക് സെലക്ഷൻ ഫോർവേഡ് ടൂൾ യൂസ് ചെയ്യുമ്പോൾ ഏതൊരു ക്ലിപ്പ് തൊട്ട് അതിന് മുമ്പോട്ടുള്ള എല്ലാ ക്ലിപ്പും മാത്രമേ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഈ ഒരു ക്ലിപ്പ് തൊട്ട് അതിൻ്റെ മുൻപോട്ട്, ഈ ഒരു ക്ലിപ്പ് തൊട്ട് അതിൻ്റെ മുൻപോട്ടുള്ള വീഡിയോസ്, ഇത് തൊട്ട് ഈ ഒരു ക്ലിപ്പ് തൊട്ട് അതിന് മുൻപോട്ടുള്ള വീഡിയോസ്, ഇതിൻ്റെ പുറകോട്ടുള്ള വീഡിയോസ് സെലക്ട് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ട്രാക്ക് സെലക്ഷൻ ഫോർവേഡ് ടൂൾ. അത് നമുക്ക് സെലക്ട് ചെയ്യാം. കേട്ടോ, ആ ക്ലിപ്പ് തൊട്ട് പുറകോട്ടുള്ള എല്ലാ ക്ലിപ്പും സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു. കേട്ടോ, ഇനി അതിൻ്റെ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാനും എല്ലാം സാധിക്കും. ഓക്കെ, ട്രാക്ക് സെലക്ഷൻ ഫോർവേഡ് ടൂള് മുമ്പോട്ടുള്ളതും ട്രാക്ക് സെലക്ഷൻ ബാക്ക്വേഡ് ടൂള് പുറകോട്ടുള്ളതും സെലക്ട് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ള ടൂളാണ് റിപ്പിൾ എഡിറ്റ് ടൂള്. റിപ്പിൾ എഡിറ്റ് ടൂള് നമ്മൾ യൂസ് ചെയ്യാൻ പഠിക്കുന്നതിന് മുമ്പ് എന്താണ് റിപ്പിൾ എഡിറ്റിംഗ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ സെലക്ഷൻ ടൂൾ എടുക്കുവാണ്. അത് കഴിഞ്ഞ് എനിക്ക് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് ട്രിം ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, അതിൻ്റെ വീഡിയോയുടെ എൻഡിങ്ങിൽ പോയി ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്തു അത് ട്രിം ചെയ്ത് കളഞ്ഞു. ട്രിം ചെയ്ത് കളഞ്ഞപ്പോൾ ആ ഫസ്റ്റ് വീഡിയോയിലും സെക്കൻഡ് വീഡിയോയുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു ഗ്യാപ്പ് നമുക്ക് മാറ്റണമെങ്കിൽ നമുക്കിതെല്ലാം സെലക്ട് ചെയ്യാം, എന്നിട്ട് തിരിച്ചു കൊണ്ടുവെക്കാൻ സാധിക്കും. ആ ഗ്യാപ്പ് മാറിയിരിക്കുന്ന കാണാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പ് സെലക്ട് ചെയ്യാം. ഒരു വൈറ്റ് ലെയർ വന്നിരിക്കുന്ന കാണാൻ സാധിക്കും. എന്നിട്ട് ഡിലീറ്റ് പ്രസ് ചെയ്യാം. ആ ഒരു ഗ്യാപ്പ് ഫില്ലായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പിൽ സെലക്ട് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്യുവാണെങ്കിൽ റിപ്പിൾ ഡിലീറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്രോസസ്സിനെ ഈസി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ റിപ്പിൾ എഡിറ്റ് ടൂൾ യൂസ് ചെയ്യുന്നത്. റിപ്പിൾ എഡിറ്റ് ടൂൾ ഞാൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഏതൊരു വീഡിയോ ട്രിം ചെയ്യണമെങ്കിൽ ട്രിം ചെയ്ത് കളയാം. അങ്ങനെ ട്രിം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രീമിയർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ എനിക്ക് ഇവിടുന്ന് ട്രിം ചെയ്യാം.
ഉറപ്പായിട്ടും ആ ഒരു വീഡിയോയുടെ അതിന് മുമ്പുള്ള വീഡിയോയുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും. പക്ഷേ ഞാൻ ഈ റിപ്പിൾ എഡിറ്റ് ടൂൾ യൂസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഗ്യാപ്പ് ഫില്ലാകുന്നതായിരിക്കും. കണ്ടോ? ഇതിനു വേണ്ടിയാണ് നമ്മൾ റിപ്പിൾ ഡിലീറ്റ് ടൂൾ യൂസ് ചെയ്യുന്നത്. റിപ്പിൾ ഡിലീറ്റ് ടൂളിൽ തന്നെ രണ്ടാമത് കാണാൻ പറ്റുന്ന ടൂൾസാണ് റോളിംഗ് എഡിറ്റ് ടൂൾ. റിപ്പിൾ എഡിറ്റ് ടൂൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ വീഡിയോ ട്രിം ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോയുടെ ഡ്യൂറേഷൻ കുറയുന്നതായിരിക്കും, ഡ്യൂറേഷൻ മാറുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 7 മിനിറ്റ് 3 സെക്കൻഡ്സുമാണ്. ഞാൻ ട്രിം ചെയ്ത് കളയുമ്പോഴത്തേന് ആ വീഡിയോയുടെ ഡ്യൂറേഷൻ 6 മിനിറ്റ് 58 സെക്കൻഡും ആകുന്നതാണ്. നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതുകൊണ്ട് അതിനൊരു വീഡിയോയുടെ ഡ്യൂറേഷൻ ചേഞ്ച് ആകുന്നതാണ്. എനിക്ക് ഈ വീഡിയോയുടെ ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്യാതെ തന്നെ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് ഫ്രെയിമും എൻഡിങ് ഫ്രെയിമും ഒക്കെ മാറ്റണമെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് റോളിംഗ് എഡിറ്റ് ടൂൾ. ഈ ഒരു ടൂൾ സെലക്ട് ചെയ്ത് നിങ്ങൾ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ വീഡിയോ ഇപ്പോൾ എക്സ്റ്റെൻഡ് ആകുന്നുണ്ട്. രണ്ടാമത്തെ വീഡിയോ ഫസ്റ്റ് പോർഷൻ ട്രിം ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ? ആദ്യത്തെ വീഡിയോ എക്സ്റ്റെൻഡായി, രണ്ടാമത്തെ വീഡിയോയുടെ ഈ ഒരു പോർഷൻ തൊട്ട് ട്രിമ്മായി. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു വീഡിയോ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ കാണാൻ സാധിക്കും. കണ്ടോ? ഈ ഒരു വീഡിയോ എക്സ്റ്റെൻഡായി, അതേപോലെ തന്നെ ലാസ്റ്റ് വീഡിയോ ട്രിം ആയിരിക്കുന്നത് കാണാം. നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ 6 മിനിറ്റ് 58 സെക്കൻഡ് തന്നെ നിൽക്കുന്നുണ്ട്. കണ്ടോ? ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് വീഡിയോ ട്രിം ചെയ്യാനും അതേപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് ടൂള് റേറ്റ് സ്ട്രെച്ച് ടൂളാണ്. 6 അതിൻ്റെ ഷോർട്ട് കട്ട്. നമ്മളൊരു വീഡിയോയുടെ സ്പീഡ് അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയായിരുന്നു Ctrl+R കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്പീഡും ഡ്യൂറേഷനും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്കിവിടെ സ്പീഡ് കൂട്ടാം കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഈ ഒരു കാര്യം എളുപ്പമാക്കാൻ വേണ്ടിയാണ് നമ്മൾ റേറ്റ് സ്ട്രെച്ച് ടൂൾ യൂസ് ചെയ്യുന്നത്. ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് ഈ ഒരു വീഡിയോയുടെ സ്പീഡ് ഇതാണ്, നോർമൽ സ്പീഡ്. ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് ഞാൻ റേറ്റ് സ്ട്രെച്ച് ടൂൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് ആ ഒരു വീഡിയോയുടെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കണ്ടോ? പ്ലേ ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ സ്പീഡ് ഇൻക്രീസ് ആയിരിക്കുന്നതാണ്. അതേപോലെ തന്നെ എനിക്ക് സ്പീഡ് ഡിക്രീസ് ചെയ്യാനും വേണ്ടി സാധിക്കും. എനിക്ക് ഡ്രാഗ് ചെയ്ത് എന്തേരം വേണമെങ്കിലും സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. കണ്ടോ? സ്ലോ ആയിരിക്കുന്നതാണ്. ഈ ഒരു സ്ട്രെച്ച് ടൂൾ യൂസ് ചെയ്യുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് സ്പീഡ് ഡിക്രീസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനും വേണ്ടി സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ള ടൂൾ റേസർ ടൂളാണ്. ഈ ഒരു ടൂളാണ് നമ്മൾ സെലക്ഷൻ ടൂൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം യൂസ് ചെയ്യാൻ പോകുന്നത്. C ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. റേസർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊരു വീഡിയോയും നമുക്ക് ഈസി ആയിട്ട് ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കും. എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക, വീഡിയോ കട്ടായി പോയിരിക്കുന്നത് കാണാം. ഈ ഒരു ടൈം ലൈൻ അക്രോസ് മുകളിൽ തൊട്ട് താഴെ വരെ, ടൈം ലൈനിൻ്റെ മുകളിൽ തൊട്ട് താഴെ വരെ എല്ലാ ക്ലിപ്സും നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് ലൈൻ വന്നിരിക്കുന്നത് കാണാം. കട്ട് ചെയ്യുവാണെങ്കിൽ കണ്ടോ കട്ടായി പോയിരിക്കുന്നത് കാണാം. ടൈം ലൈനിലുള്ള എല്ലാ വീഡിയോസും കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് യൂസ് ചെയ്യാം. അതല്ല ഏതെങ്കിലും ഒരു ക്ലിപ്പ് മാത്രം കട്ട് ചെയ്താൽ മതിയെങ്കിൽ നോർമലായിട്ട് കട്ട് ചെയ്താൽ മതി. അടുത്തതായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ള ടൂൾസാണ് സ്ലിപ്പ് ടൂൾ, അതേപോലെ തന്നെ സ്ലൈഡ് ടൂള്. ഇതിൻ്റെ വർക്കിംഗ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അപ്പോൾ മനസ്സിലാകാൻ എളുപ്പത്തിന് ഞാൻ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇവിടെ 3 ക്ലിപ്സ് ഞാൻ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3ൻ്റെയും കളർ ഞാൻ മാറ്റിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന്. ഇതിൻ്റെ ലേബൽ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഏത് ക്ലിപ്പിൻ്റെ ആണ് ലേബൽ മാറ്റേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ലേബൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് വീഡിയോയുടെ ലേബൽ മാറ്റാൻ വേണ്ടി സാധിക്കും. എനിക്കിവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടുക്കൊരു വീഡിയോ ഉണ്ടോ, എനിക്ക് ഈ കട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇവിടെ ഒരു കട്ട് വരുന്നുണ്ട്. ആദ്യത്തെ വീഡിയോയിൽ നിന്ന് രണ്ടാമത്തെ വീഡിയോയിൽ ഇവിടെ ഒരു കട്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ വീഡിയോയിൽ നിന്ന് മൂന്നാമത്തെ വീഡിയോയിലേക്ക് ഇവിടെ ഒരു കട്ട് വരുന്നുണ്ട്. ഈ ഒരു കട്ട് മാറ്റാതെ തന്നെ എനിക്ക് ഈ രണ്ടാമത്തെ വീഡിയോ, ഈ നടുക്കുള്ള വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് ഫ്രെയിമും എൻഡിങ് ഫ്രെയിമും മാറ്റണം. ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്ലിപ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം തന്നെ ഈ ഒരു സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്ത് മൂന്നാമത്തെ ട്രാക്കിലേക്ക് വെച്ചു. അതേപോലെ തന്നെ ലാസ്റ്റ് വീഡിയോ എടുത്ത് മൂന്നാമത്തെ ട്രാക്കിലേക്ക് വെച്ചു. എന്നിട്ട് നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ രണ്ടാമത്തെ വീഡിയോ മാറ്റി വെക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്, എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. അങ്ങനെ നമുക്ക് ഈ കട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്ലിപ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വീഡിയോ പഴയ പൊസിഷനിലേക്ക് തന്നെ വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആ കട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ വീഡിയോയുടെ എൻഡിങ്ങും സ്റ്റാർട്ടിങ്ങും ചേഞ്ച് ചെയ്തു. ഈ സ്ലിപ്പ് ടൂൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ മിഡിലത്തെ വീഡിയോ സെലക്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾ ആ പ്രോഗ്രാം വിൻഡോയിലേക്ക് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും ആ ടോപ്പ് റൈറ്റ് കോർണറിൽ കാണുന്നത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് ഫ്രെയിമും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആദ്യത്തെ വീഡിയോയുടെ എൻഡിങ് ഫ്രെയിമും. അത് രണ്ടും ചേഞ്ച് ചെയ്യുന്നില്ല, അത് രണ്ടും അതേപോലെ തന്നെ നിൽക്കുകയാണ്. ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന വീഡിയോ, അതായത് സെൻറ്ററിലെ വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് ഫ്രെയിമും എൻഡിങ് ഫ്രെയിമും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുന്ന കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വീഡിയോ എവിടെ സ്റ്റാർട്ട് ചെയ്യണം, ഈ വീഡിയോ എവിടെ ചേഞ്ച് ചെയ്യണമെന്ന് നമുക്ക് ആ കട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്യാതെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഈ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ വിടുന്നു, വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും, എൻഡ് ചെയ്യുന്നത് ഇവിടെ. അതേപോലെ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇതുകൊണ്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പൊസിഷനിലാണ്, എൻഡ് ചെയ്യുന്നത് ഇങ്ങനെ.
ഓക്കെ, ആ കട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് മനസ്സിലാക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമാണ്. നമുക്ക് പല സമയത്തും ഇത് യൂസ് ചെയ്യാം. ഈ ടൂള്, സ്ലിപ്പ് ടൂള്. നിങ്ങൾക്ക് സ്ലിപ്പ് ടൂൾ മനസ്സിലായെങ്കിൽ സ്ലൈഡ് ടൂൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. നടുക്കത്തെ വീഡിയോ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ആദ്യത്തെ വീഡിയോ അല്ലെങ്കിൽ രണ്ടാമത്തെ വീഡിയോ നിങ്ങൾക്ക് ട്രിം ചെയ്യാം. അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് സ്ലൈഡ് ചെയ്ത് മാറ്റാൻ സാധിക്കും. ഇത് കണ്ടോ, സെൻറ്ററിലെ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ സ്ലൈഡ് ചെയ്ത് മാറ്റാൻ സാധിക്കും. എനിക്ക് ഈ ഒരു ആനിമേഷൻ നോക്കിയാൽ മനസ്സിലാവും. അതല്ല എങ്കിൽ പ്രൊജക്റ്റ് വിൻഡോയിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. താഴെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആദ്യത്തെ വീഡിയോയുടെ എൻഡിങ് ഫ്രെയിമും താഴെ റൈറ്റ് സൈഡിൽ കാണുന്നത് മൂന്നാമത്തെ വീഡിയോയുടെ എൻഡിങ് ഫ്രെയിമുമാണ്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ആദ്യത്തെ വീഡിയോ ട്രിമ്മായി, നടുക്കത്തെ വീഡിയോ ഒരു ചേഞ്ചും വരാതെ ആ ഒരു പൊസിഷനിലേക്ക് വന്നു. മൂന്നാമത്തെ വീഡിയോ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങോട്ടും ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഈ രണ്ട് ടൂളും കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. നിങ്ങളതൊന്ന് യൂസ് ചെയ്താൽ ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാനേ ഉള്ളൂ. അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ള ടൂളാണ് പെൻ ടൂള്. പെൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്സ് വരച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് സ്ക്രീനിൽ വരച്ചെടുക്കാം. നിങ്ങൾക്കിവിടെ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും ഒരു പുതിയ ഗ്രാഫിക് ലെയർ ഇവിടെ ഫോം ആയിട്ടുണ്ട്. പെൻ ടൂളിൽ അടുത്തുള്ളത് റെക്റ്റാങ്കിൾ ടൂളാണ്. നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പ് ഇവിടെ വരച്ചെടുക്കാം. നിങ്ങൾ ആ ഒരു ഗ്രാഫിക് ലെയർ സെലക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ലെയറിൽ തന്നെ ആയിരിക്കും ഈ പുതുതായിട്ട് വരച്ച ഷേപ്പ് വരുന്നത്. നിങ്ങൾക്ക് വേറെ ഒരു ലെയറിൽ വേണമെങ്കിൽ ഇത് ഡീസെലക്ട് ചെയ്യാം. നമുക്ക് വേറെ ഒരു ഷേപ്പ് വരച്ച് നോക്കാം. എലിപ്സ് ടൂൾ വരച്ച് നോക്കാം. കണ്ടോ, പുതിയൊരു ഗ്രാഫിക് ലെയറിലായിരിക്കും ആ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ എല്ലാം കളർ മാറ്റണമെങ്കിൽ, സ്ട്രോക്ക് ആഡ് ചെയ്യണമെങ്കിൽ, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കതെല്ലാം ഇഫക്ട്സ് കൺട്രോൾ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ എല്ലാ പ്രോപ്പർട്ടീസും കാണാൻ സാധിക്കും. ഷേപ്പ് കണ്ടോ, ഷേപ്പ് ടൂൾ ഇത്രയേ ഉള്ളൂ. അടുത്തത് നമുക്കുള്ളത് ഹാൻഡ് ടൂളാണ്. ഈ ഒരു ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് കൊണ്ട് തന്നെ നമുക്ക് ടൈം ലൈനിൽ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഏതൊരു പൊസിഷനിലോട്ടും മാറ്റാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സെയിം ഫംഗ്ഷനാണ് നമ്മൾ സ്ലൈഡ് ടൂൾ ഉപയോഗിച്ചും ചെയ്യുന്നത്. അതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. ഈ ഒരു ഹാൻഡ് ടൂൾ ഏറ്റവും അധികം യൂസ് വരുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ മാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ക്രീനിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ നമുക്ക് ഈ ഒരു ഹാൻഡ് ടൂൾ യൂസ് ചെയ്യാം. കണ്ടോ, ഹാൻഡ് ടൂളിൻ്റെ തന്നെ കൂടെ വരുന്നൊരു ടൂളാണ് സൂം ടൂൾ. ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് ടൈം ലൈൻ സൂം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓൾട്ട് പ്രസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഐക്കൺ മൈനസ് ആയിരിക്കുന്നതാണ്. അവിടെ നമുക്ക് സൂം ഔട്ട് ചെയ്യാനും സാധിക്കും. അടുത്തത് നമുക്ക് കൊടുത്തിട്ടുള്ളത് ടൈപ്പ് ടൂളാണ്. ടൈപ്പ് ടൂളിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ടൈപ്പ് ടൂൾ, നോർമൽ ടൈപ്പ് ടൂൾ, അതുപോലെ തന്നെ വെർട്ടിക്കൽ ടൈപ്പ് ടൂൾ. ടൈപ്പ് ടൂൾ യൂസ് ചെയ്ത് നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എവിടെയാണോ ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യുക. നമുക്ക് ഹൊറിസോണ്ടലായിട്ട് സ്ക്രീനിൽ ആ ഒരു ടെക്സ്റ്റ് വന്നിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ വെർട്ടിക്കൽ ടൈപ്പ് ടൂളും അവൈലബിൾ ആണ്. അത് സെലക്ട് ചെയ്തിട്ട് എവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കത് വെർട്ടിക്കലായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് നമ്മുടെ ടെക്സ്റ്റ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ആ ഒരു ടെക്സ്റ്റിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇഫക്ട്സ് കൺട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്രീമിയറിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടൂൾസിനെ പറ്റി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് സ്ലിപ്പ് ടൂളും സ്ലൈഡ് ടൂളിനെ പറ്റിയാണ്. അത് നിങ്ങൾക്ക് ഡൗട്ട് വരുവാണെങ്കിൽ ആ പോർഷൻ ഒന്നുകൂടെ കാണാം. അത് കഴിഞ്ഞ് നിങ്ങളതൊന്ന് യൂസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ടൂൾസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ഞാൻ താഴെ ടൈം കോഡായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊരു പാർട്ടാണോ ഡൗട്ട് വരുന്നത് ആ പോർഷൻ എടുത്ത് കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.